ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മോൺസിഞ്ഞോർ ആൻ്റണി നെരികുളം, ഈ ശതാബ്ദി സമാപന പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ആശംസ പ്രസംഗങ്ങൾ അർപ്പിക്കുവാൻ അവിടെ എത്തിയിരിക്കുന്ന CMI സഭയുടെ കളമശ്ശേരി തിരുഹൃദയ പ്രൊവിൻഷ്യൽ ബെന്നി നൽക്കരച്ച, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളമായ വിപ്ലവാത്മകമായ രീതിയിൽ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ആലീസ് ലൂക്കോസ്, പ്രിയ കാരുണ്യപ്രവൃത്തികൾക്കായി നമ്മുടെ സോഷ്യൽ സർവീസസിൻ്റെ ഡയറക്ടർ ജോസ് കൊളുത്തുവളിയച്ച, നമ്മുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി PP ജെറാർഡ്, ഈ ശതാബ്ദി സമാപന സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനറായ ഷിജോ മാത്യു, പ്രിയ സഹോദര വൈദികരെ, പ്രിയ സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വ്യഥകളുടെയും വേപത്തുകളുടെയും കല്ലുകൾ പെറുക്കി കൂട്ടിവെച്ചാണ് എറണാകുളം അതിരൂപത ആരംഭിച്ചത്. നമ്മുടെ അമ്മയായ അതിരൂപത സീറോ മലബാർ സഭയുടെ ഹൈറാർക്കിയുടെ ആസ്ഥാന രൂപതയായി ഉയർത്തപ്പെട്ടിട്ട് 100 വർഷത്തിൻ്റെ ഈ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോഴും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ കാൽവരിയിലേക്കുള്ള കനൽ വഴിയിലൂടെ തന്നെയാണ് നടക്കുന്നത്. ദൈവം പലപ്പോഴും പല ആകസ്മികതകളിലൂടെയും നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നമ്മുടെ നിലപാടുകളെ ഇനിയും ദൈവം സഹായിക്കാതിരിക്കുകയില്ല. മേജർ ആർച്ച് ബിഷപ്പ് മാറി, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാറി, എങ്കിലും നമ്മുടെ ചങ്കിലെ തുടിപ്പായ ജനാഭിമുഖ കുർബാനയെക്കുറിച്ചിട്ടുള്ള വ്യഥ നമുക്ക് മാറിയിട്ടില്ല. മാർപ്പാപ്പയെ എറണാകുളം അങ്കമാലി അതിരൂപത ഇതുവരെ ധിക്കരിച്ചിട്ടില്ല. പക്ഷേ മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ പല അവ്യക്തതകളും കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവ് ഒരു സംഭാഷണത്തിൻ്റെ മനുഷ്യനാണ്. വർഷങ്ങളായി ഞങ്ങൾക്ക് വൈദികർക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഡയലോഗിൻ്റെ തലത്തിൽ അദ്ദേഹവുമായി സംസാരിച്ച് വേണ്ടത്ര രീതിയിൽ ഈ കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യും എന്ന ചങ്കുറപ്പോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ജ്ഞാനം കൊണ്ടും തീക്ഷ്ണതയാലും സത്യസന്ധമായ നിലപാടിനാലും അതിരൂപതയെയും കേരള കത്തോലിക്ക സഭയെയും സമൂഹത്തെയും എന്നും പ്രബുദ്ധമാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി നെരികുളത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. നലം തികഞ്ഞ വിശ്വാസബോധ്യങ്ങളാലും നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ എല്ലാ സാഹസ്യങ്ങളും ഏറ്റെടുത്ത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ സത്യത്തിൻ്റെ വർണ്ണാഭ പകർന്നു കൊടുക്കുകയും അധികാരമോഹങ്ങളുടെയോ രാഷ്ട്രീയ മഹിമയുടെയോ പാത തേടാതെ വളരെ ലളിതമായി സാധാരണക്കാരെ അടുത്തറിയുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രതിസന്ധികളിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ ശതാബ്ദിയുടെ സമാപന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കും ഒരു മെത്രാൻ്റെ കുറവുണ്ടെന്ന്. ഈ കേരളത്തിലുള്ള എല്ലാ മെത്രാന്മാരുടെയും കുറവ് നികത്തുന്ന ഒരു അൽമായ വ്യക്തിത്വമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 12 പേരെ തൻ്റെ അതിഥികളായി സ്വീകരിച്ച് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ നേരം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചൊരു വ്യക്തിയാണ്. റോമിലെ 2 സിനഡിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതിലൊരു സിനഡിൽ മഹാജൂബിലി സമയത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഞാനും സന്നിഹിതനായിരുന്നു. ഞങ്ങൾ 2 പേരും ആ ദിവസങ്ങളിൽ അടുത്ത സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആ ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. CBCIയുടെയും KCBCയുടെയും പല കമ്മീഷനുകളിലും നിരന്തരമായ സാന്നിധ്യമായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അതുമാത്രമല്ല, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുറവി
ഏറ്റവും ആദ്യം സ്വീകരിച്ചത് ആ കൗൺസിലിൽ പങ്കെടുത്തതിൻ്റെ ചൈതന്യം ആവാഹിച്ചെടുത്ത ആരാധ്യനായ അഭിവന്ദ്യനായ അത്യുന്നത കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. ആ രണ്ടാം കൗൺസിലിൻ്റെ ചൈതന്യത്തിൽ പല കാര്യങ്ങളും ആദ്യം ആരംഭിച്ചത് എറണാകുളം അതിരൂപതയിലെ പാസ്റ്റൽ കൗൺസിൽ ആരംഭിച്ചു. ആ പാസ്റ്റൽ കൗൺസിലിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഒരു അൽമായൻ സെക്രട്ടറി ആയിട്ട് വന്നെങ്കിൽ അത് അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. അതുകൊണ്ട് ഈ ശതാബ്ദി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ഉചിതനായ വ്യക്തി ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും സത്യത്തിൻ്റെ പാതയിലൂടെ ചരിച്ച എറണാകുളത്തെ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും കൈയൊഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ രൂപതയുടെ മുറിവുകളെല്ലാം ഏറ്റെടുത്ത് ജീവിക്കുന്ന രക്തസാക്ഷി ഉണ്ടെങ്കിൽ അത് CMI-കാരനായ ആന്റണി കരിയിൽ പിതാവാണ്. ആ പിതാവിന് ആ മുറിവുകളുടെ നേരത്ത് സ്വാതന്ത്ര്യമായത് ബെന്നി നൽക്കര എന്ന് പറയുന്ന ഒരു പ്രൊവിൻഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് CMI സഭയുടെ പ്രൊവിൻഷ്യൽ ഇന്നിവിടെ ഈ മഹാസമ്മേളനത്തിന് ആശംസ പറയാൻ എത്തിയിരിക്കുന്നത്. പ്രിയ നൽക്കരാച്ച, ഹൃദയപൂർവ്വം സ്വാഗതം. സ്ത്രീകളുടെ ശക്തീകരണത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഊന്നലവും അവസരവും നൽകുന്ന അതിരൂപതയാണ് എറണാകുളം അതിരൂപത. പരമ്പരാഗതമായ കോൺവെന്റിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങി സമൂഹത്തിൽ ഏറ്റവും നിർധനരും അടിച്ചമർത്തപ്പെട്ടവർക്കുമായി ജീവിതം നയിക്കുന്ന ഒത്തിരി സന്യാസികളെ കൊണ്ട് നിറഞ്ഞ ഒരു രൂപതയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. ഞാനിവിടെ താമസിച്ചിരുന്ന കാലത്ത് നമ്മുടെ CMC സഭയിലെ സിസ്റ്റേഴ്സ് ആണ് അവിടെ സേവനം ചെയ്യുന്നത്. അതുപോലെ ജയിൽ മിനിസ്ട്രി, FCC സിസ്റ്റേഴ്സ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഒരു ആദ്യ ശക്തി എന്ന പോലെ 1980-കളിൽ ഞങ്ങൾ സെമിനറിയിലായിരിക്കുമ്പോൾ ഫിഷർമൻ ഫ്ലോക്കിൻ്റെ വേദനകളും വ്യഥകളും ഏറ്റെടുത്ത് കോൺവെന്റിൽ നിന്നും ഈ കടലോരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സിസ്റ്റർ ആലീസ് ലൂക്കോസിനെ ചരിത്രത്തിന് മറക്കാൻ പറ്റുകയില്ല. സിസ്റ്റർ ആലീസ് ലൂക്കോസിന് ആദരവിൻ്റെ 1000 പൂച്ചെണ്ടുകൾ നേർന്നുകൊണ്ട് സ്വാഗതം പറയുന്നു. അതിരൂപതയിലെ പ്രതിസന്ധികളുടെ നാളുകളിൽ പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുക അത്ര എളുപ്പമല്ല. സഭാ സംഘടന പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ കഴിവും പ്രാപ്തിയും തെളിയിച്ച ആ കഴിവുകളൊക്കെ അതിരൂപതയുടെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന PP ജെറാർഡിന് അഭിവാദ്യങ്ങളോടെ സ്വാഗതം. നമ്മുടെ അതിരൂപത ഈ കാരുണ്യവർഷ ഈ ശതാബ്ദി വർഷത്തിൽ ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സർക്കാർ നമ്മുടെ സഹൃദയെയും നമ്മുടെ സോഷ്യൽ സർവീസിനെ എത്രമാത്രം ആദരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിന് ചുക്കാൻ പിടിക്കുന്ന ജോസഫ് കൊളുത്തുവെള്ളി അച്ഛന് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ശതാബ്ദിയുടെ സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി. അന്നു മുതൽ ഇതിൻ്റെ പുറകിലുള്ള 501 അംഗ കമ്മിറ്റിയിലെ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും കൂട്ടിയുണക്കിക്കൊണ്ടു പോകുന്ന കൺവീനർ ഷിജോ മാത്യുവിനും കൺവീനർ ജോസിയുടെ ശരിക്കും അതുപോലെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു ശക്തിയുണ്ടെങ്കിൽ അത് നമ്മുടെ ജോസഫ് പാറേക്കാട്ടിൽ അച്ഛനാണ്. അച്ഛന് നല്ലൊരു കൈയടി കൊടുക്കണം നിങ്ങൾ. അപ്പോൾ ജോസഫ് പാറേക്കാട്ടിൽ അച്ഛനെയും ഷിജോ മാത്യുവിനെ നമുക്കറിയാം അൽമായരുടെ KCYM സംഘടനയിലൂടെ ശക്തമായി പ്രവർത്തിച്ച് പല തലങ്ങളിലും നമ്മുടെ പല യോഗങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷിജോ മാത്യു. ഷിജോ മാത്യുവിന് സ്നേഹപൂർവ്വം സ്വാഗതം. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവകളിൽ എത്തിച്ചിരിക്കുന്ന പ്രിയ സഹോദര വൈദികർക്കും സന്യസ്തർക്കും ബ്രദേഴ്സിനും നമ്മുടെ ഇടവകകളിൽ നിന്നും കൂട്ടമായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അൽമായ സഹോദരങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. തിരുഹൃദയം നമ്മളെ അനുഗ്രഹിക്കട്ടെ.